ഹായ് ഹലോ നമസ്കാരം. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രെഡ് ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഇപ്പോൾ ക്രെഡ് ആപ്ലിക്കേഷൻ നിങ്ങൾ പലരും യൂസ് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ നിങ്ങൾ യൂട്യൂബൊക്കെ തുറക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ് കാണുന്നത് ഈ ഒരു ക്രെഡ് ആപ്ലിക്കേഷൻ്റെ ആയിരിക്കും. ക്രെഡ് ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് വേണം. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഒരു പീരീഡ് ഓഫ് ടൈം വരെ ഒരു മിഡിൽ ക്ലാസ്സിന് മുകളിലുള്ള ആൾക്കാരായിരുന്നു ഈ ക്രെഡിറ്റ് കാർഡ് കൂടുതലായിട്ടും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ കയ്യിൽ നോക്കിയാലും നമുക്ക് ക്രെഡിറ്റ് കാർഡ് കാണാൻ സാധിക്കും. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും, കാരണം നമ്മളുടെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഭയങ്കരമായിട്ട് ഡിഫറൻ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇൻ ഫ്യൂച്ചർ എല്ലാവരും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തു തുടങ്ങും. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ക്രെഡ് എന്ന ആപ്ലിക്കേഷനെ പറ്റി അറിഞ്ഞിരിക്കണം. നമുക്ക് 700 ക്രെഡിറ്റ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ക്രെഡ് എന്ന പ്ലാറ്റ്ഫോമിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇനീഷ്യൽ സമയങ്ങളിൽ ക്രെഡ് ആപ്ലിക്കേഷൻ ചെയ്തിരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ക്രെഡ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ക്രെഡിറ്റ് ബിൽസ് പേ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ക്രെഡിറ്റ് ബിൽസ് നമ്മൾ പേ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിനനുസരിച്ച് ക്രെഡ് പോയിന്റ്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ്സ് ആ ഒരു ആപ്ലിക്കേഷനിൽ അക്യുമുലേറ്റ് ആവും. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നിന്നും പ്രൊഡക്ട്സ് വാങ്ങാൻ സാധിക്കും, അതേപോലെ വൗച്ചേഴ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും, അതേപോലെ നമുക്ക് പല ഡിസ്കൗണ്ട്സ് അവർ പ്രൊവൈഡ് ചെയ്യും. ഇതൊക്കെയായിരുന്നു ആദ്യമേ ഇനിഷ്യൽ സമയങ്ങളിൽ ക്രെഡ് ആപ്ലിക്കേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് ഈ ഒരു ക്രെഡ് ആപ്ലിക്കേഷന് ഭയങ്കരമായ ഒരു അക്സെപ്റ്റൻസ് കിട്ടിയതുകൊണ്ട് തന്നെ ക്രെഡ് ആപ്ലിക്കേഷൻ നല്ല രീതിയിൽ ഫണ്ടിങ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരുപാട് അധികം ഫീച്ചേഴ്സ് ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അതൊന്ന് നോക്കാം. അതേപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ വെച്ച് എടുക്കാൻ തന്നെ ശ്രമിക്കുക. ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾക്ക് നമ്മളുടെ എത്ര ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ അതെല്ലാം തന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഓരോ ക്രെഡിറ്റ് കാർഡിൻ്റെയും സെപ്പറേറ്റ് ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ സാധിക്കും. ഏതൊക്കെ ബിൽസ് ഏതൊക്കെ മാസം പേ ചെയ്യാനുണ്ട്, ഏതെങ്കിലും ഡ്യൂ ഉണ്ടോ, അതേപോലെ നമുക്ക് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് വെച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ക്രെഡിറ്റ് ചെയ്തു പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾക്ക് വളരെ സ്ട്രക്ചേർഡായിട്ട് നമ്മളുടെ ക്രെഡിറ്റ് ഡീറ്റെയിൽസ് ഒന്ന് ഓർഡറിൽ കൊണ്ടുവരാൻ ഈ ഒരു ആപ്ലിക്കേഷൻ സഹായിക്കും. അതുകൊണ്ട് നമുക്ക് ഡിലേയോ കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല. അതേപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഓരോരോ ക്രെഡിറ്റ് കാർഡിൽ ഓരോ ടൈമിൽ ഓരോരോ ഓഫറുകൾ ഓരോ ബാങ്കുകൾ കൊടുക്കാറുണ്ട്. അപ്പം നമുക്കിതിൽ ഒരു ഓഫർ സെക്ഷൻ ഉണ്ട്. ആ ഒരു ഓഫർ സെക്ഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ കാർഡിലും ഏതൊക്കെ ഓഫറിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വളരെ കൃത്യമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ കാണിച്ചു തരുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ എത്രമാത്രം പൈസ എവിടെയൊക്കെ സ്പെൻഡ് ചെയ്യുന്നു എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാൻ ഈ ഒരു ആപ്ലിക്കേഷൻ സഹായിക്കും. ഇതിലൊരു കാറ്റഗറി വൈസ് നമ്മൾ ഇപ്പോൾ ഫുഡിന് ഇത്ര പൈസ സ്പെൻഡ് ചെയ്തു, അതേപോലെ തന്നെ മൂവീസിന് ഇത്ര പൈസ സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇതിലേക്ക് പേ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫുഡിന് എത്രയാണ് പേ ചെയ്തത്, മറ്റേ ട്രാവലിന് എത്രയാണ് പേ ചെയ്തത്, അതൊക്കെ ഒരു കാറ്റഗറി വൈസ് തിരിച്ച് നമ്മളെ കാണിച്ചു തരും. അതായത് നമ്മളുടെ പൈസ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മളെ സഹായിക്കുന്നതാണ്. അതേപോലെ വളരെ റീസെൻ്റായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുള്ള ഒരു ഫീച്ചറാണ് ക്രെഡ് ലോൺ എന്ന് പറയുന്ന ഒരു ഫീച്ചർ. അതായത് നമ്മൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ലോൺ എടുക്കാൻ സാധിക്കും. അത് വളരെ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്കിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ലോൺ എടുക്കാൻ സാധിക്കും. നിങ്ങളുടെ അക്കൗണ്ടിലേക്കും ആ ഒരു പൈസ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ക്രെഡിറ്റ് ആവുന്നതാണ്. പക്ഷേ പലിശ കുറച്ച് കൂടുതലായിരിക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ. അത്യാവശ്യം ലക്ഷങ്ങൾ നിങ്ങൾക്ക് നിന്നും ലോൺ എടുക്കാൻ സാധിക്കും. അത് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചാണ് നിങ്ങൾക്ക് എത്ര എമൗണ്ടാണ് ലോൺ വരുന്നതെന്നുള്ളത് അവർ തീരുമാനിക്കുന്നത്. ആൻഡ് ഇപ്പം വളരെ റീസെൻ്റായിട്ട് ഇതിൽ പിന്നെ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ സാധിക്കുന്നതാണ്. അപ്പോൾ ക്രെഡ് ആപ്ലിക്കേഷൻ എൻ്റെ ഒരു തോട്ട് വെച്ച് പറയുകയാണെങ്കിൽ ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് ഈ ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള UPI പേയ്മെൻറ്റ്സ് നിങ്ങൾക്ക് ക്രെഡ് ആപ്ലിക്കേഷൻ വഴി ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സ്, സ്റ്റോക്സ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ മിക്കവാറും ഈ ഒരു ക്രെഡ് ആപ്ലിക്കേഷനിലൂടെ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മിക്കവാറും അവരങ്ങനെ ഒരു പാത്തിലൂടെ ആയിരിക്കണം മിക്കവാറും പോകാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി പറഞ്ഞ സമയത്ത് മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു ആപ്പ് പറഞ്ഞു തരാം. ഇതൊരു പ്രൊമോഷനൊന്നുമല്ല. SmallCase എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ SmallCase എന്ന ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി നിങ്ങൾക്ക് വലിയൊരു ധാരണ ഒന്നും വേണമെന്നില്ല ഈ ഒരു SmallCase ഉപയോഗിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആവുന്ന രീതിയിലുള്ള സ്റ്റോക്സ് അവർ കമ്പൈൻ ചെയ്തിട്ട് ഓരോ ബാസ്ക്കറ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. സോ നമുക്ക് ഇഷ്ടമുള്ള ബാസ്ക്കറ്റിൽ പോയി നമുക്ക് ഇത്ര രൂപ വീതം ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് നിങ്ങൾക്ക് മാസം SIP പോലെ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ആ ഒരു ബാസ്ക്കറ്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെ സ്റ്റോക്സ് ഉണ്ട്, അതേപോലെ അതിനുള്ള ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ എത്ര CAGR നിങ്ങൾക്ക് കിട്ടും, അതിൻ്റെ കാര്യങ്ങളൊക്കെ ആ ഒരു ബാസ്ക്കറ്റ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 3 രീതിയിലുള്ള ഫണ്ട്സ് ഉണ്ട്. ലോ റിസ്ക് ഉണ്ട്, അതേപോലെ തന്നെ ഹൈ റിസ്ക് ഉണ്ട്, മീഡിയം റിസ്ക് ഉണ്ട്. അപ്പോൾ അതിൽ ലോ റിസ്കിലുള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ട്സിൽ ആ ഒരു SmallCase ഉപയോഗിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളാണ്. അതേപോലെ തന്നെ SmallCaseൽ നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് വേണം. സോ നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ
അതിൻ്റെ 2 ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. സെറോധയുടെയും അതേപോലെ ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെയും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത് ക്രെഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ റിവാർഡ്സ് ആണ്. അത് റിവാർഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ മൂവി ടിക്കറ്റ്സ് ആവാം, അതേപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, അതേപോലെ തന്നെ ഹോട്ടൽ ബുക്കിങ്സ് പോലുള്ള ഒരുപാട് റിവാർഡ്സ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആൻഡ് അതുകൂടാതെ തന്നെ ഈ ക്രെഡ് വളരെ റീസെൻ്റായിട്ട് നിങ്ങളൊരു പരസ്യം കണ്ടാണ്, ഒരു BMW ഓഡിയോ ഏതോ ഒരു കാറ് ഒരു ക്രെഡ് കസ്റ്റമറിന് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഗിഫ്റ്റിംഗ് ആ ഒരു സംഭവം നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ഇതിൽ നമുക്ക് റഫറാനാണെന്ന് പറയുന്ന ഒരു സിസ്റ്റം കൂടിയുണ്ട്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ക്രെഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രെഡ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു റഫർ ചെയ്ത് കഴിഞ്ഞാൽ 10 ജെംസ് എന്ന് പറയുന്നതാണ് അത്രയും. അപ്പോൾ ഈ ജെംസ് വെച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെ ഓഫറുകൾ അതേപോലെ തന്നെ വൗച്ചേഴ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ക്രെഡിറ്റ് കാർഡുള്ള എല്ലാവരും തീർച്ചയായിട്ടും ക്രെഡ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക, വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒരു വീഡിയോയിൽ ഇത്രമാത്രം വീഡിയോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.